നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തുർക്കിയെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ഇന്ത്യ. ആദ്യം തുർക്കിയുടെ ഇന്ത്യൻ സ്ഥാനപതി അംഗീകരിക്കാനുള്ള ചടങ്ങ് ഇന്ത്യ അനിശ്ചിതമായി മാറ്റിവെച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാന് നേർക്ക് നടത്തിയ ശക്തമായ ആക്രമണം, പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. എന്നാൽ തുടക്കം മുതൽ പാകിസ്ഥാനൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന തുർക്കിയെ പിന്നെ നമ്മൾ കണ്ടു. തുർക്കി അംബാസഡറെ അംഗീകരിക്കുന്ന ചടങ്ങ് ഇന്ത്യ മാറ്റിവെച്ചത് അനിശ്ചിതമായി. രാഷ്ട്രപതി ഭവനിലെ സമയക്രമങ്ങളുടെ അസൗകര്യമാണ് ഇന്ത്യ ചൂണ്ടിക്കാട്ടിയതെങ്കിലും യഥാർത്ഥത്തിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. ഇന്ത്യയിൽ തുർക്കി വിരുദ്ധ മനോഭാവം ഇപ്പോൾ ശക്തമാകുന്നു. പാകിസ്ഥാനെ സഹായിച്ചതിൻ്റെ പേരിൽ മാത്രമല്ല, കഴിഞ്ഞ കുറേ കാലമായി ഇന്ത്യയെ ശത്രുപക്ഷത്താണ് തുർക്കി കാണുന്നത്. ഇന്ത്യയിലേക്കുള്ള തുർക്കിയുടെ പുതിയ അംബാസഡറായി നിയമിതനാകേണ്ടത് അലി മുറാദ് എർസോയിയാണ്. സ്ഥാനമേൽക്കുന്നതിന് മുൻപ് ഇന്ത്യ ഇദ്ദേഹത്തെ അംഗീകരിക്കേണ്ടതുണ്ട്. രാഷ്ട്രപതിയുടെ സാന്നിധ്യത്തിലാണ് ഈ ചടങ്ങ് നടക്കേണ്ടത്. ആ ചടങ്ങാണ് ഇന്ത്യ അനിശ്ചിതകാലത്തേക്ക് മാറ്റിവെച്ചത്. എന്നാൽ ഇന്നലെ കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് ഇന്ത്യ കടക്കുന്നത് നമ്മൾ കണ്ടു. തുർക്കി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിക്ക് ഇന്ത്യയിൽ സുരക്ഷാ അനുമതി നിഷേധിച്ചു. വ്യോമയാന മന്ത്രാലയമാണ് ടർക്കിഷ് കമ്പനിയായ സെലബി ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ സുരക്ഷാ അനുമതി റദ്ദാക്കിയിരിക്കുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 9 വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് നടത്തുന്ന കമ്പനിയാണിത്. ദേശസുരക്ഷയുടെ ഭാഗമായാണ് സുരക്ഷാനുമതി റദ്ദാക്കുന്നത് എന്ന് ഇന്ത്യ വ്യക്തമാക്കി. ഇതോടെ ഒരു കാര്യം ഇന്ത്യ ഉറപ്പിച്ചു: തുർക്കിയെ നമ്മൾ വെറുതെ വിടില്ല. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഒരു തുർക്കി കമ്പനിക്കെതിരെ ഇന്ത്യ നടത്തുന്ന ആദ്യ പരസ്യ പ്രതികരണം. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകിയപ്പോൾ പാകിസ്ഥാനെ സഹായിക്കാനെത്തിയ രാജ്യമാണ് തുർക്കി. തുർക്കിക്കൊപ്പം അസർബൈജാനും പാകിസ്ഥാന് സഹായവുമായി എത്തി. ചൈനയുടെ സാങ്കേതിക തികവിലാണ് ഇന്ത്യയുമായുള്ള യുദ്ധത്തിന് പാകിസ്ഥാൻ ഇറങ്ങിത്തിരിച്ചത്. എന്നാൽ ആദ്യ ദിനം തന്നെ ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായി നിശ്ചലമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അപ്പോഴും തുർക്കി നൽകിയ ഡ്രോണുകൾ ഉപയോഗിച്ചായിരുന്നു ഇന്ത്യയുടെ നേർക്ക് പാകിസ്ഥാൻ ആക്രമണം തുടർന്നത്. മെയ് 8 രാത്രി ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ പ്രയോഗിച്ച ഡ്രോണുകളിൽ ഭൂരിഭാഗവും തുർക്കി നൽകിയതായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുന്നതിന് മുൻപ് തുർക്കിയുടെ യുദ്ധക്കപ്പൽ കറാച്ചിയിൽ എത്തിയിരുന്നുവെന്ന് ഇന്ത്യ കൃത്യമായി നിരീക്ഷിച്ചു. ഇന്ത്യ ആക്രമണം തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് തുർക്കി വ്യോമസേനയുടെ C-130 വിമാനം കറാച്ചിയിലിറങ്ങി. വലിയ തോതിൽ യുദ്ധോപകരണങ്ങൾ പാക് സേനയ്ക്ക് നൽകാനായിരുന്നു തുർക്കിയുടെ നീക്കം. പാകിസ്ഥാന് തുർക്കി നൽകുന്ന പിന്തുണയ്ക്ക് വലിയ പ്രതിഷേധമാണ് ഇന്ത്യയിൽ ഉയരുന്നത്. തുർക്കിയുടെ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ബഹിഷ്കരിക്കാനുള്ള വലിയ നീക്കങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നു. തുർക്കിയിലേക്ക് ഇനി വിനോദസഞ്ചാരികളെ അയക്കില്ല എന്ന നിലപാടെടുത്തു ഇന്ത്യയിലെ ഒരു ട്രാവൽ ഏജന്റ്. ഇന്ത്യൻ വിനോദസഞ്ചാരികൾ തുർക്കി യാത്രകൾ റദ്ദാക്കുന്നതിൻ്റെ ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. JNU ഉൾപ്പെടെ നിരവധി സർവകലാശാലകൾ തുർക്കിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായുള്ള പ്രോഗ്രാമുകൾ നിർത്തിവെച്ചു. പല യാത്രാ വെബ്സൈറ്റുകളിലും തുർക്കി ടൂറിസം പരിപാടികൾ റദ്ദാക്കിയതായുള്ള വാർത്തകൾ. തുർക്കിയുമായുള്ള എല്ലാ വ്യാപാര കരാറുകളും അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇന്ത്യ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. തുർക്കിയെയും അസർബൈജാനെയും പൂർണ്ണമായി ബഹിഷ്കരിക്കുക തന്നെയാണ് ഇനി ഇന്ത്യയുടെ ലക്ഷ്യം. സമ്പൂർണ്ണ വ്യാപാര ബഹിഷ്കരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇന്ത്യയിൽ സജീവമായി. സെലബി ഏവിയേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന് കീഴിൽ 2 സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു. ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യാൻ സെലബി എയർപോർട്ട് സർവീസസ് ഇന്ത്യയും ഡൽഹി രാജ്യാന്തര വിമാനത്താവളത്തിലെ കാർഗോ സേവനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ സെലബി ഡൽഹി കാർഗോ ടെർമിനൽ മാനേജ്മെന്റ് ഇന്ത്യയും. സുരക്ഷാ അനുമതി റദ്ദാക്കിയതോടെ ഈ 2 കമ്പനികളും ഇനി ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടും. സുരക്ഷാനുമതി റദ്ദാക്കിയതിന് തൊട്ടു പിന്നാലെ കമ്പനിയുടെ പരസ്യ പ്രതികരണവും എത്തി. എർദോഗന്റെ മകൾ ഞങ്ങളുടെ കമ്പനിയുടെ ഉടമയല്ല, ഞങ്ങൾ തുർക്കിക്കാരെയല്ല. തുർക്കി പ്രസിഡന്റ് എർദോഗന്റെ കുടുംബവുമായി ബന്ധമുണ്ട് ഈ കമ്പനിക്കെന്ന നിലയിൽ വാർത്തകൾ സജീവമായിരുന്നു. എന്നാൽ കമ്പനിക്ക് രാഷ്ട്രീയമായി യാതൊരുവിധ ബന്ധങ്ങളുമില്ല എന്ന് കമ്പനി വിശദീകരണമിറക്കി. തുർക്കി പ്രസിഡന്റ് എർദോഗന്റെ മകൾ യാതൊരു വിധത്തിലും കമ്പനിയുമായി ഇടപെടുന്നില്ല. എർദോഗന്റെ മകൾക്ക് കമ്പനിയിൽ പങ്കാളിത്തവുമില്ല. തുർക്കി പ്രസിഡന്റിന്റെ മകൾ സുമയ്യ എർദോഗനുമായി ഈ കമ്പനിക്ക് ബന്ധമുണ്ട് എന്ന തലത്തിൽ നേരത്തെ വാർത്തകൾ സജീവമായിരുന്നു. ഈ കമ്പനിയുടെ മാതൃസ്ഥാപനത്തിൽ സുമൈ എന്ന പേരിൽ ആർക്കും ഓഹരി പങ്കാളിത്തമില്ല. കമ്പനിയുടെ ഉടമസ്ഥാവകാശം സെലിബിയോഗ്ലു കുടുംബത്തിലെ അംഗങ്ങളായ കാൻ സെലിബിയോഗ്ലു, ശ്രീമതി കാനൻ സെലിബിയോഗ്ലു എന്നിവർക്ക് മാത്രമാണ് എന്ന് കമ്പനി പറയുന്നു. അവർക്ക് യാതൊരു വിധത്തിലും രാഷ്ട്രീയ ബന്ധങ്ങളില്ല. വളരെ പ്രൊഫഷണലായി പ്രവർത്തിക്കുന്ന കമ്പനിയാണിത്. കമ്പനിയുടെ കണക്കനുസരിച്ച് 65% ഓഹരികളും കാനഡ, US, UK, സിംഗപ്പൂർ, UAE, പടിഞ്ഞാറൻ യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള
സ്ഥാപന നിക്ഷേപകരുടെ ഉടമസ്ഥതയിലാണ്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് അങ്കാറ ഇസ്ലാമാബാദിനെ പിന്തുണയ്ക്കുകയും ഇന്ത്യൻ സായുധ സേനയുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ പൂർണ്ണമായി തള്ളിപ്പറയുകയും ചെയ്തിരുന്നു. ഇതോടെ തുർക്കിയുമായുള്ള ഇന്ത്യയുടെ ബന്ധം പൂർണ്ണമായി വഷളായി. ഇന്ത്യൻ യാത്രികർ തുർക്കിയെ ബഹിഷ്കരിക്കുന്നത് മാത്രമല്ല, പലവിധ സമ്മർദ്ദങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ തുർക്കിക്കെതിരെ പ്രയോഗിക്കുന്നത്. ഇന്ത്യക്കെതിരായ പോരാട്ടത്തിൽ തുർക്കി പാകിസ്ഥാനെ സജീവമായി സഹായിച്ചു. അത് ഇന്ത്യയുടെ മനസ്സിൽ ഒരു തീരാവേദനയായി തുടരുന്നു. ഇതിന് തുർക്കിയോട് നമ്മൾ ക്ഷമിക്കില്ല എന്ന നിലപാടാണ് ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ 36 ഇടങ്ങളിലാണ് പാകിസ്ഥാൻ സൈന്യം തുർക്കി ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണത്തിന് ശ്രമിച്ചത്. ഈ ഡ്രോണുകൾ ഇന്ത്യ വെടിവെച്ചിട്ടുവെങ്കിലും തുർക്കി നൽകിയ ഈ സമ്മാനങ്ങൾ ഇന്ത്യ നിസ്സാരമായി കാണുന്നില്ല. ഇന്ത്യയുടെ ആക്രമണത്തിന് തൊട്ടു മുൻപ് ഒരു തുർക്കി നാവിക യുദ്ധക്കപ്പൽ കറാച്ചി തുറമുഖത്തെത്തിയത് വെറുതെയല്ല എന്ന് ഇന്ത്യക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു. ഒരു തുർക്കി വ്യോമസേനയുടെ C-130 വിമാനം പാകിസ്ഥാനിൽ ഇറങ്ങിയതും വെറുതെയല്ല എന്ന് ഇന്ത്യ നിശ്ചയിച്ചുറപ്പിക്കുന്നു. തുർക്കിയും പാകിസ്ഥാനും തമ്മിൽ സൈനിക സഹകരണത്തിന്റെ നാൾവഴികളുണ്ട് എന്നത് വാസ്തവമാണ്. എങ്കിലും ഇന്ത്യയുമായി ഇത്ര ശക്തമായ സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പരസ്യ പിന്തുണയുമായി തുർക്കി എത്തിയതുകൊണ്ട് തന്നെ ഇനി തുർക്കിയോട് നമ്മൾ ക്ഷമിക്കില്ല. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിന് തുർക്കി സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്ററായ TRT വേൾഡിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ട് ബുധനാഴ്ച ഇന്ത്യ ബ്ലോക്ക് ചെയ്തു. കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നതിന്റെ പേരിൽ തുർക്കിയെ വിവിധ തലങ്ങളിൽ തന്ത്രപരവും നയതന്ത്രപരവും വ്യാപാരവുമായ മേഖലകളിൽ ഇനി സമ്മർദ്ദത്തിൽപ്പെടുത്താൻ ഇന്ത്യ ശ്രമങ്ങൾ തുടങ്ങി. 2019 ഓഗസ്റ്റിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ സമയത്തും അതിനുശേഷവും ഒക്കെ ഇന്ത്യയെ പരസ്യമായി എതിർത്തിരുന്നു തുർക്കി എന്ന രാജ്യം. UN പൊതുസഭയിൽ പ്രത്യേകിച്ച് അന്താരാഷ്ട്ര വേദികളിൽ എർദോഗൻ കാശ്മീർ പ്രശ്നം ആവർത്തിച്ചുന്നയിച്ചു. ഇതോടെ ഇന്ത്യയും തുർക്കിയും തമ്മിൽ നയതന്ത്രപരമായ പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു. തുടർന്ന് തുർക്കിയുടെ വിവിധ പ്രശ്നങ്ങൾ ഇന്ത്യ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കാശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ പരസ്യ നിലപാട് സ്വീകരിച്ച എർദോഗന്റെ നടപടികൾക്കെതിരെ മോദി സർക്കാർ കനത്ത സമ്മർദ്ദങ്ങളാണ് തുടർന്ന് പ്രയോഗിച്ചത്. ഇത് ഇന്ത്യ തുർക്കി ബന്ധങ്ങളിൽ ഗണ്യമായ തകർച്ചയ്ക്ക് വഴിയൊരുക്കി. ഇന്ത്യ പിന്നീട് നടത്തിയത് ബഹുമുഖ നയതന്ത്രപരവും തന്ത്രപരവുമായ പ്രത്യാക്രമണം. തുർക്കിയുടെ പ്രാദേശിക എതിരാളികളെ നമ്മൾ കയ്യിലെടുത്തു. പ്രാദേശിക എതിരാളികളെ സൈനിക തലത്തിൽ ഇന്ത്യ സഹായിച്ചു തുടങ്ങി. ഇനി ആ സഹായങ്ങൾ മറ്റൊരു തലത്തിലേക്ക് മാറ്റുമെന്ന് ഇപ്പോൾ ഇന്ത്യ സൂചിപ്പിക്കുന്നു. തുർക്കി സ്വാധീനത്തെ സമതുലിതമാക്കണമെങ്കിൽ മേഖലയിൽ തുർക്കിയുടെ ശത്രുക്കളെ നമ്മൾ കൈയയച്ച് സഹായിക്കണം. ഇതേ നയതന്ത്രമാണ് മുൻപ് ഇന്ത്യ പയറ്റിയത്, ഇപ്പോൾ പുതുതായി പയറ്റുന്നതും. തുർക്കിയുടെ ഭൗമ രാഷ്ട്രീയവും ചരിത്രപരവുമായ എതിരാളികളാണ് ഗ്രീസ്, അർമേനിയ, സൈപ്രസ് എന്നീ രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളുമായി ഇന്ത്യ ഇപ്പോൾ അടുത്ത ബന്ധം പുലർത്തുന്നു. ഏറ്റവും അടുത്ത വർഷങ്ങളിൽ ഗ്രീസുമായുള്ള പ്രതിരോധ തന്ത്രപരമായ ബന്ധങ്ങൾ ഇന്ത്യ ഗണ്യമായ തലത്തിൽ വർദ്ധിപ്പിച്ചു. 2023 ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ മെഡിറ്ററേനിയൻ ഹെല്ലനിക് വ്യോമസേനയുമായി സംയുക്ത അഭ്യാസങ്ങളിൽ പങ്കെടുത്തു. ഇത് വളർന്നു വരുന്ന സൈനിക സഹകരണത്തെ സൂചിപ്പിച്ചിരുന്നു. ഇതോടെ ഞെട്ടിത്തരിച്ചു നിന്ന തുർക്കി പിന്നീട് പാകിസ്ഥാനുമായി കൂടുതൽ ഒട്ടിച്ചേരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇന്ത്യയും ഗ്രീസും തമ്മിൽ സമുദ്ര സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ചകൾ പിന്നീട് സജീവമാക്കി. കിഴക്കൻ മെഡിറ്ററേനിയൻ നാവിക സഹകരണ പര്യവേഷണം ഇരു രാജ്യങ്ങളും ചേർന്ന് തുടങ്ങി. തുർക്കിയുടെ സമുദ്ര അഭിലാഷങ്ങൾക്ക് കടിഞ്ഞാണിടുക തന്നെയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ശക്തരായ എതിരാളികൾ ഗ്രീസുമായും സൈപ്രസുമായും ഇന്ത്യ സഹകരണം തുടർന്നു. ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രങ്ങളുടെ ഏറ്റവും മികവ് തന്നെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റങ്ങൾ, ടാങ്ക് വിരുദ്ധ മിസൈലുകൾ, റഡാർ സിസ്റ്റങ്ങൾ എന്നിവയുൾപ്പെടെ ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ അർമേനിയയ്ക്ക് ഇന്ത്യ കൂട്ടത്തോടെ വിറ്റു. ഈ കരാറുകൾ സൗത്ത് കോക്കസുമായുള്ള ഇന്ത്യയുടെ ആദ്യ പ്രധാന പ്രതിരോധ കയറ്റുമതിയെ അടയാളപ്പെടുത്തി. അർമേനിയയുമായുള്ള സംഘർഷത്തിൽ തുർക്കി അസർബൈജാനെ കൈയയച്ച് സഹായിച്ചിരുന്നു. ഇത് ഇന്ത്യയുടെ ഇടപെടൽ കൂടുതൽ ശക്തമാക്കി. അർമേനിയ ഇന്ത്യയുടെ ഉറ്റ സുഹൃത്തായി മാറി. ഇന്ത്യൻ സഹകരണം അർമേനിയയ്ക്ക് കൂടുതൽ കരുത്തു പകരുന്നു. തുടർന്ന് തുർക്കി അസർബൈജാൻ ആക്രമണത്തെ ഒരു പരിധിവരെയെങ്കിലും തടഞ്ഞു നിർത്താൻ അർമേനിയയ്ക്ക് കഴിഞ്ഞു. തുർക്കിയുമായുള്ള സൈനിക സഹകരണം ഇനി തുടരേണ്ടതില്ല എന്ന് ഇന്ത്യ നേരത്തെ തന്നെ നിശ്ചയിച്ചുറപ്പിച്ചിരുന്നു. 2023 ഒരു തുർക്കി പ്രതിരോധ സ്ഥാപനവുമായുള്ള നാവിക കപ്പൽ നിർമ്മാണ കരാർ ഇന്ത്യ റദ്ദാക്കി. ഇന്ത്യൻ നാവിക കപ്പലുകളുടെ ആധുനികവൽക്കരണത്തിൽ തുർക്കി പങ്കാളിത്തം വേണ്ട എന്ന നിലപാടാണ് 2023 ഇന്ത്യ സ്വീകരിച്ചത്. ദേശീയ സുരക്ഷാ ആശങ്ക തന്നെയായിരുന്നു ഇന്ത്യയെ ഇത്തരമൊരു തീരുമാനത്തിന് പ്രേരിപ്പിച്ചത്.
ആ തീരുമാനം ശരിയായിരുന്നുവെന്ന് ഇപ്പോൾ കാലം തെളിയിച്ചിരിക്കുന്നു. എർദോഗന്റെ ആവർത്തിച്ചുള്ള ഇന്ത്യ വിരുദ്ധ നിലപാടിന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകുമെന്നാണ് ഇപ്പോൾ ഇന്ത്യ പറയുന്നത്. മുസ്ലിം ബ്രദർഹുഡ് പോലുള്ള ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ കൈയയച്ച് സഹായിക്കുന്ന രീതിയാണ് എർദോഗൻ എന്നും പുലർത്തുന്നത്. മുസ്ലിം ലോകരാജ്യങ്ങളുടെ നേതാവായി മാറാൻ എർദോഗന് വലിയ ആഗ്രഹം. മുസ്ലിം ലോകത്തെ നയിക്കാനുള്ള എർദോഗന്റെ അഭിലാഷത്തിനെതിരെ ശക്തമായ തീരുമാനങ്ങൾ എടുത്തിരുന്ന പ്രതിരോധിച്ചിരുന്ന രണ്ട് രാജ്യങ്ങൾ, ഒന്ന് UAE, രണ്ട് സൗദി അറേബ്യ. ഈ രണ്ട് പ്രാദേശിക ശക്തികളുമായും ഇന്ത്യ ശക്തമായ ബന്ധം തുടർന്നു. ഇതും തുർക്കിയെ പ്രകോപിപ്പിച്ചു. ഇന്ത്യ UAE ബന്ധം ശക്തമായ ഒരു തന്ത്രപരമായ പങ്കാളിത്തമായി വളർന്നു. 2022 സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഒപ്പുവെച്ചത് തുർക്കിയെ ഞെട്ടിച്ചു. ഉഭയകക്ഷി വ്യാപാരം, പ്രതിരോധ സഹകരണം, ഊർജ സഹകരണം എന്നിവ വികസിപ്പിക്കാനുള്ള അടിത്തറയാണ് ഈ കരാറിലൂടെ ഇന്ത്യ നേടിയെടുത്തത്. സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളുമായി ഇന്ത്യ സംയുക്ത സൈനികാഭ്യാസങ്ങളും തീവ്രവാദ വിരുദ്ധ പരിശീലനവുമൊക്കെ ആരംഭിച്ചു. ഊർജ സുരക്ഷ, പ്രതിരോധം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിൽ വർദ്ധിച്ച സഹകരണത്തിന് ഇന്ത്യ തുടക്കമിട്ടു. സൗദി അറേബ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം അഭൂതപൂർവമായ തലങ്ങളിലെത്തിയപ്പോൾ തുർക്കി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചു. മേഖലയിലെ സജീവമായി നിൽക്കുന്ന രാജ്യങ്ങളൊക്കെ ഇന്ത്യയുമായി അടുത്ത സൗഹൃദം തുടരുന്നു. വിഷൻ 2030 എന്ന പദ്ധതി ഇന്ത്യയും സൗദി അറേബ്യയും സംയുക്തമായി പ്രഖ്യാപിച്ചപ്പോൾ തുർക്കി ഞെട്ടിത്തരിച്ചു നിന്നു. തുർക്കിയെ മുസ്ലിം ലോകത്തിന്റെ നേതാവായി സ്ഥാപിക്കാനുള്ള എർദോഗന്റെ അഭിലാഷത്തെ തൂത്തെറിഞ്ഞത് ഇന്ത്യയുടെ ശക്തമായ തന്ത്രപരമായ നീക്കങ്ങളാണ് എന്ന് വ്യക്തം. മുസ്ലിം ബ്രദർഹുഡിനോടുള്ള എർദോഗന്റെ വലിയ താൽപ്പര്യം, അതിലപ്പുറം എബ്രഹാം കരാറിനെ കുറിച്ചുള്ള വിമർശനം. ഇതോടെ ഇസ്രായേൽ, ഇന്ത്യ, സൗദി, UAE ബന്ധം കൂടുതൽ ശക്തമായി. സിറിയയിലും ലിബിയയിലുമൊക്കെ തുർക്കി നടത്തിയ ഇടപെടലുകൾ കൂടുതൽ പ്രകോപിപ്പിച്ചത് ഇസ്രായേലിനെയാണ്. ഇസ്രായേൽ ഇന്ത്യ ചങ്ങാത്തത്തെ തുർക്കി എക്കാലത്തും ഭയപ്പെട്ടിരുന്നു. ഇത്തരം വിള്ളലുകൾ ഇന്ത്യ പൂർണ്ണമായി മുതലെടുത്തു. അങ്ങനെ തുർക്കിയെ പൂർണ്ണമായി മേഖലയിൽ ഒറ്റപ്പെടുത്തി നിർത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ഗൾഫ് ശക്തി കേന്ദ്രങ്ങളുമായും എണ്ണയുൽപാദനത്തിന് ശേഷിയുള്ള സാമ്പത്തികമായി വൈവിധ്യപൂർണമായ മിഡിൽ ഈസ്റ്റുമായും ഇന്ത്യ സമ്പൂർണ്ണ ബന്ധം തുടർന്നു. ഈ മേഖലയിലെ ഏറ്റവും വിശ്വസനീയമായ ഒരു പങ്കാളിത്ത സ്ഥാനമാണ് ഇന്ത്യക്ക് ആ രാജ്യങ്ങൾ നൽകിയത്. അതുകൊണ്ട് തന്നെ മേഖലയിലേക്ക് നുഴഞ്ഞു കയറാൻ തുർക്കിക്ക് കഴിഞ്ഞില്ല. ഇതോടെ എർദോഗന്റെ ശത്രുതാപരമായ സമീപനം ഇന്ത്യയുടെ നേർക്ക് കൂടുതൽ കടുത്തതായി. ഒപ്പം മോദിയെ തന്റെ രാഷ്ട്രീയ എതിരാളിയായി എർദോഗൻ കണ്ടു തുടങ്ങി. ഇന്ത്യയുടെ വിശാല വിദേശ നയ സിദ്ധാന്തമാണ് തുർക്കിയെ ഒറ്റപ്പെടുത്താൻ കാരണം. ഇത് പ്രായോഗികവും കൂടുതൽ ബഹുമുഖവുമാണ്. തുർക്കിയുടെ എതിരാളികളെ കയ്യിലെടുത്തുകൊണ്ട് മേഖലയിൽ ഇന്ത്യ തങ്ങളുടെ സ്വാധീനം ശക്തിപ്പെടുത്തി. ഇന്ത്യ, ഫ്രാൻസ്, UAE ത്രിരാഷ്ട്രവേദികളിൽ ഇന്ത്യയുടെ പങ്കാളിത്തം കൂടുതൽ സജീവമായി. കിഴക്കൻ മെഡിറ്ററേനിയൻ നാവിക വിന്യാസത്തിലൂടെ കൂടുതൽ കരുത്തു നേടി സമുദ്രത്തിലും ഇന്ത്യ. ഒരു കാര്യം വ്യക്തമാണ്, എർദോഗന്റെ പ്രകോപനങ്ങൾക്ക് അതേ നാണയത്തിലല്ല, അതിനേക്കാൾ 10 മടങ്ങ് ശക്തിയിൽ തിരിച്ചടി നൽകാൻ പ്രാപ്തമാണ് ഇന്ത്യ എന്ന രാജ്യം. അത് തിരിച്ചറിയുന്നവരാണ് എർദോഗനും തുർക്കിയിലെ ജനങ്ങളുമൊക്കെ. കാശ്മീർ പ്രശ്നം അന്താരാഷ്ട്രവൽക്കരിക്കാനുള്ള തുർക്കിയുടെ ശ്രമങ്ങളെ ഇന്ത്യ തൂത്തെറിഞ്ഞു എന്ന് മാത്രമല്ല, മേഖലയിൽ തുർക്കിയെ ഒറ്റപ്പെടുത്താനും തീവ്രവാദികൾക്ക് താവളമൊരുക്കുന്ന എർദോഗന്റെ തനിസ്വരൂപം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടാനും ഇന്ത്യക്ക് കഴിഞ്ഞു. തിരിച്ചടി രൂക്ഷമായിരിക്കുമെന്ന സൂചന തുർക്കിയുടെ നേർക്ക് ഇന്ത്യ തൊടുക്കുന്നതും വെറുതെയല്ല. ഇനിയുള്ള നാളുകളിൽ തുർക്കി കൂടുതൽ ഒറ്റപ്പെടുമെന്ന് മാത്രമല്ല, ഇന്ത്യയുടെ സമ്മർദ്ദതന്ത്രങ്ങളിൽ തുർക്കി കൂടുതൽ ഞെരിഞ്ഞുടയുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. തുർക്കിയുടെ ഇന്ത്യ വിരുദ്ധ സമീപനം മാറ്റിയാൽ മാത്രമേ ഇന്ത്യ തങ്ങളുടെ നയപരിപാടികളിൽ എന്തെങ്കിലും മാറ്റം വരുത്തൂ. ഇപ്പോഴിതാ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ മന്ത്രിയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ശത്രുവിൻ്റെ ശത്രുക്കളെ കയ്യിലെടുത്തുകൊണ്ടുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കങ്ങൾ. ഇവിടെ വീണുടയുന്നത് പാകിസ്ഥാൻ മാത്രമല്ല, പാക് മിത്രങ്ങളും കൂടിയാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ് ഇന്ത്യ എന്ന ശക്തമായ രാജ്യം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.